ഇറാൻ വാർ, യെസ്, ലോകം പേടിച്ചുകൊണ്ടിരുന്ന എപ്പോൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ആ ഇറാൻ വാർ ഇറ്റ്സ് ബാക്ക്. യെസ്, അത് തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഇറാൻ വാറിനെ പറ്റി പറയുന്നതിൻ്റെ മുമ്പ് ഡയറക്റ്റായിട്ട് വളച്ചുകെട്ടൊന്നുമില്ലാതെ കാര്യം പറയാം. ദ റോത്ത്ഷീൽഡ് ഫാമിലി, ദ വേൾഡ് ബാങ്കിങ് സെക്ടർ കൺട്രോളിങ് ദ വൺ ആൻഡ് ഓൺലി റോത്ത്ഷീൽഡ്സ്. റോത്ത്ഷീൽഡ് ഫാമിലി ലോകത്തിന് ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ വലിയ യുദ്ധങ്ങളും, എല്ലാ വലിയ കോലാഹലങ്ങളും, എല്ലാ വലിയ കോൺസ്പിറസി തിങ്സും കൺട്രോൾ ചെയ്തിട്ടുള്ള ഒരേ ഒരു റോത്ത്ഷൈൽഡ് ഫാമിലി. ഈ റോത്ത്ഷൈൽഡ് ഫാമിലി എങ്ങനെ ഇറാൻ വാറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു സീക്വൻസ് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. ലോകത്ത് എപ്പോഴൊക്കെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ബൂമിംഗ് ആയി പൈസ വന്നിട്ടുണ്ടോ, ഗോൾഡിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞിട്ടുണ്ടോ, സ്റ്റോക്കുകളിൽ ആൾക്കാർ കൂടുതലായിട്ട് പൈസ നിക്ഷേപിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് പെട്ടെന്ന് ലോണുകൾ അവൈലബിൾ ആയിട്ടുണ്ടാവും. അങ്ങനെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഒരുപാട് ആൾക്കാർ ലൈഫ് ഇൻഷുറൻസ് ആയാലും പ്ലാൻ ഇൻഷുറൻസ് ആയാലും ഒരുപാട് സ്റ്റോക്ക് മാർക്കറ്റ് ആയാലും ഒരുപാട് ഗോൾഡിലായാലും എവ്രി വൺസ് മണി ഈസ് ഇൻവെസ്റ്റഡ് ഇൻ ദ മാർക്കറ്റ്, അല്ലേ? അങ്ങനെ ഒരു സാഹചര്യമല്ലേ ഇപ്പോൾ നടക്കുന്നത്. അത് എല്ലാവരുടെയും പൈസ മാർക്കറ്റിൽ ഫ്ലഡ്ജ് ആയിരിക്കുന്ന സമയമാണ്. അങ്ങനെ ഒരു സമയം ലോകത്ത് ഏത് സമയത്ത് ഉണ്ടായിട്ടുണ്ടോ, അത് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമല്ല. ഇറ്റ് ഹാപ്പൻസ് ലൈക്ക് വൺസ് ഇൻ എ 50 years, വൺസ് ഇൻ എ ലൈക്ക് ഒരു സ്പാൻ ഓഫ് ടൈമിൽ ഉണ്ടാകുന്ന സംഭവമാണ്. ആ സമയത്തൊക്കെ ഈ റോത്ത്ഷൈൽഡ് ഫാമിലി ആ പൈസ ഇങ്ങനെ മൊത്തം വലയിട്ട് കൊണ്ടുപോകുന്ന ഒരു പോലത്തെ ഒരു പ്രോസസ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് വേൾഡ് വാർ സമയം മുതലേ കാണാൻ പറ്റും. ഇവരുടെ പ്രവർത്തനങ്ങൾ ആർക്കും ട്രേസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവർ ഡയറക്റ്റായിട്ട് വന്നിട്ട് ഒരു മാർക്കറ്റിൽ ഇൻവോൾവ് ആയിട്ട് ഞാൻ വന്നിട്ട് ഞാനാണ് റോത്ത്ഷീൽഡ്, ഐ വാണ്ട് ടു ബൈ ദിസ് സ്റ്റഫ് എന്ന് പറഞ്ഞ് പറയാറില്ല. ദേ ഹാവ് എ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. അവർക്ക് കുറച്ച് കമ്പനീസ് ഉണ്ട്. അവരുടെ അസറ്റ് മൊത്തം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് കമ്പനീസ് ഉണ്ട്. കുറച്ച് കമ്പനീസിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുകയാണെങ്കിൽ പിന്നെ ഇവരുടെ നമ്പർ 1 കമ്പനിയാണ് KKR, കോൾബർഗ് ക്രാവിസ് റോബർട്ട് റോത്ത്ഷീൽഡ് ആണ് അദ്ദേഹത്തിൻ്റെ KKR. അതുപോലെ ബ്ലാക്ക് റോക്ക്, ബ്ലാക്ക് സ്റ്റോൺ, വാൻഗാർഡ്, റോക്കഫെല്ലേഴ്സ്, ഇതെല്ലാം റോത്ത്ഷീൽഡ് കമ്പനി കണക്റ്റഡ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോസിൽ പറഞ്ഞിരുന്നു, കേരളത്തിലെ ഹോസ്പിറ്റലുകൾ മൊത്തം എടുത്തിരിക്കുന്നത് റോത്ത്ഷൈൽഡ് തന്നെയാണ്. ആൾക്കാർ പറയും നോ ദാറ്റ് ഈസ് ബ്ലാക്ക് സ്റ്റോൺ, ഇത് ബ്ലാക്ക് റോക്കാണ്, ഇത് റോക്കഫെല്ലേഴ്സ് ആണ്, മറ്റേത് ഇൻവെസ്റ്റ് ചെയ്യുന്ന മറ്റേ കമ്പനിയാണ്. മണ്ടന്മാരാക്കുകയാണ് നിങ്ങളെ, മണ്ടന്മാരാക്കുകയാണ്. ചെറിയൊരു എക്സാമ്പിൾ വേറെ പറഞ്ഞുതരാം. ചില ആൾക്ക് പെപ്സി ആയിരിക്കും ഇഷ്ടം, ചില ആൾ പറയും പെപ്സി നല്ലതല്ല, കൊക്കക്കോളയാണ് നല്ലത്. കൊക്കക്കോള ആയാലും പെപ്സി ആയാലും വാട്ട് എവർ, ഇറ്റ്സ് റോത്ത്ഷൈൽഡ്. 2 കമ്പനീസിലും ഏറ്റവും കൂടുതൽ സ്റ്റേക്ക് ഉള്ളത് റോക്ക് സ്റ്റോണും ബ്ലാക്ക് റോക്കും ബ്ലാക്ക് സ്റ്റോണും ഇവർ അനുകുന്ന ഈ ഗ്രൂപ്പ് ഓഫ് കമ്പനി കൺസോർഷ്യം തന്നെയാണ്. വേൾഡിലുള്ള ഏത് ബിസിനസ്സുകൾ എടുത്തോ, അത് മെക്ഡൊണാൾഡ്സ് ആയിക്കോട്ടെ, അത് KFC ആയിക്കോട്ടെ, സോ ആൻഡ് സോ, അതിനൊരു പേരുമില്ല. ബിസിനസ്സിൻ്റെ പേര് നോക്കിയിട്ട് അതിലേക്ക് നമ്മൾ അത് വാങ്ങില്ല ഇത് വാങ്ങില്ല എന്ന് പറയുന്നത് മണ്ടന്മാരാണ്. കാരണം വേൾഡിലുള്ള സോ കോൾഡ് റിനൗണ്ട് ആയിട്ടുള്ള എല്ലാം പറഞ്ഞാൽ എല്ലാ ബിസിനസ്സും കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൽ മേജർ സ്റ്റേക്ക് ഉള്ളത് ദാറ്റ്സ് ഫോർ ദിസ് റോത്ത്ഷൈൽഡ്. അതെന്തോ ആയിക്കോട്ടെ. നിങ്ങളിപ്പം പറയും എലോൺ മസ്കിൻ്റെ കമ്പനി, നോ, മസ്കായിട്ടൊരു പേര് നിൽക്കുകയാണ്. ബിഹൈൻഡ് ദ സ്റ്റോറീസ് യു ഗോ ഫോർ ദ ഷെയർ മാർക്കറ്റ്, വാട്ട് ഈസ് ഹാപ്പനിങ്. എന്തിനധികം പറയും, നമ്മളീ പറയുന്ന നമ്മുടെ ലുലുവിൻ്റെ ഷെയറിൽ പോലും ഇവർ പല കമ്പനീസിൻ്റെ പേരിലും എടുത്തിട്ടുണ്ട്. സോ ദ തിങ് ഈസ് ദാറ്റ് ഇവരുടെ ലക്ഷ്യം ഒറ്റൊന്ന് മാത്രമാണ്, മണി മേക്കിംഗ്. ബാങ്കിങ് സെക്ടർ, ലോകത്തിലുള്ള എല്ലാ ബാങ്കിങ് സെക്ടറും കൺട്രോൾ ചെയ്യുന്ന ഇവരാണ്. ഏറ്റവും ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഫെഡറൽ ബാങ്ക് പ്രൈവറ്റ് ബാങ്കാണ്. അതിൻ്റെ 10% ഇത് അവർ 25,000 കോടിക്ക് 30,000 കോടിക്ക് ഇപ്പോൾ ലാസ്റ്റ് മേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവർ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ സേഫ് പ്ലേസ് ആണ്. ഇന്ത്യക്ക് പൊതുവേ ഇപ്പോൾ ഈ പുറമേ കാണുന്ന ഒരു പാകിസ്ഥാനും ബോർഡറിലുള്ള ഇഷ്യൂ അല്ലാതെ ഇന്ത്യക്ക് ഒരു ശത്രുക്കളില്ല. ഇന്ത്യ ഒരു പ്രോബ്ലമാറ്റിക് രാജ്യമല്ല, അല്ലേ? അപ്പോൾ ഇന്ത്യ ഗ്രോയിങ് ആണ്, ഡെവലപ്പിംഗ് ആണ്, എഡ്യൂക്കേറ്റഡ് പീപ്പിളാണ്, നല്ല ഭരണകൂടമാണ്. അപ്പോൾ ദേ സ്റ്റാർട്ടഡ് അവരെ ഫണ്ട് US മാർക്കറ്റിൽ നിന്ന് മെല്ലെ പൊക്കിയെടുത്ത് ഇപ്പുറം കൊണ്ടുവന്ന് ഇട്ടു. എന്തിനാണ്? ഈ ഇറാൻ വാർ അവർ സ്കെച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. ഇപ്പോൾ പെട്ടെന്നുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയേണ്ടി വരും ദ എപ്സ്റ്റീൻ ഫയൽസിൽ നമ്മുടെ ജെഫ്രി എപ്സ്റ്റീൻ്റെ പല മെയിലുകളിലും അദ്ദേഹം ബോസിനെ പോലെ റിപ്ലൈ ചെയ്യുന്നത് റോത്ത്ഷീൽഡ് ഫാമിലിയുടെ 2-3 ആൾക്കാർക്കാണ്. അത് LA റോത്ത്ഷീൽഡ്, അതുപോലെ അലക്സാണ്ടർ ഡേ റോത്ത്ഷീൽഡിനൊക്കെ ബന്ധപ്പെട്ട ആൾക്കാർക്ക് അദ്ദേഹത്തിൻ്റെ മെയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം
ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഈ വേൾഡ് ഇത്രയും വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ഈ മനുഷ്യൻ പ്രവർത്തിച്ചിരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഫണ്ട് ചെയ്തിരിക്കുന്നത് റോത്ത്ഷീൽഡ് ഫാമിലിയാണ്. അദ്ദേഹത്തിൻ്റെ ബോസ് റോത്ത്ഷീൽഡ് ഫാമിലിയാണ്. അപ്പോൾ എപ്സ്റ്റീൻ ഫയൽസ് നിന്ന് റിവീൽ ആയിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ പിഡോഫൈലിക് വീഡിയോസ്, അതുപോലെ നമ്മുടെ ബിൽ ക്ലിൻ്റൺ, ലോകത്തിലുള്ള ആരൊക്കെയാണോ ഈ പൈസ വിത്ത് പവറുള്ള ആൾക്കാർ, ഇവരൊക്കെ റോത്ത്ഷീൽഡിൻ്റെ കയ്യിലെ പാവകളാണ്. അപ്പോൾ അവരെയൊക്കെ ഈ എപ്സ്റ്റീൻ ഐലൻഡിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് ജെഫ്രി എപ്സ്റ്റീനെ വെച്ചിട്ട് ഇവരെയൊക്കെ പല പെൺകുട്ടികളുടെ, ചെറിയ പെൺകുട്ടികളുടെ കൂടെയും വലിയ കുട്ടികളുടെയും ഒക്കെയുള്ള വീഡിയോസൊക്കെ ഉണ്ടാക്കി വെച്ച് ബ്ലാക്ക് മെയിലിംഗ്, കൈൻഡ് ഓഫ് ബ്ലാക്ക് മെയിലിംഗ്, അതായത് ഇത്രയും പൈസ ഉള്ള ആളെ പൈസ വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന അവരുടെ വീക്ക്നെസ് ആയ കാര്യങ്ങൾ, ചൈൽഡ് അബ്യൂസ്, സെക്സ്, അതുപോലെ കുട്ടികളെ കൊന്നിട്ട് പീഡിപ്പിക്കുന്ന ഈ പറഞ്ഞ പോലെ അഡ്രനോക്രോം ഡ്രിങ്കിങ്, അതിനൊക്കെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു കൺസെപ്റ്റിലുള്ള എപ്സ്റ്റീനെ വെച്ചിട്ട് ഇവരെ ഹൈ എലൈറ്റ് ആയിട്ടുള്ള നോബിൾ ടീമിനെ ഇവർ റോത്ത്ഷീൽഡ് ഫാമിലി ബ്ലാക്ക് മെയിൽ ചെയ്യിക്കുകയായിരുന്നു. ആ കാര്യം ഇപ്പോൾ ലോകത്തേക്ക് റിവീൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. 1 by 1 ആൾക്കാർ, കോമൺ പീപ്പിൾ ടോക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ സംസാരം മൊത്തം നിൽക്കണം. ഇപ്പോൾ നിങ്ങളൊരാൾ മൊത്തിക്കൊരു അടി അടിച്ചു, അപ്പോൾ നിങ്ങളത് എന്താണെന്ന് ചോദിക്കാൻ പോകുമ്പോൾ ആ അടിച്ച ആൾ അപ്പുറത്തുനിന്ന് 10 ആളെ തല വെട്ടിയിടുകയാണ്. നിങ്ങൾ ചോദിക്കുകയോ ഇല്ലയോ, നിങ്ങൾ എസ്കേപ്പ് ആകല്ലേ ഞാൻ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇവിടെ ചെറിയൊരു ഈ എപ്സ്റ്റീൻ്റെ ഈ ചൈൽഡ് അബ്യൂസിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഈ കാര്യങ്ങളെപ്പറ്റി നമ്മുടെ റോത്ത്ഷൈൽഡ് ഫാമിലിയാണ് ഇതിൻ്റെ പിന്നിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പോകുമ്പോൾ ദ വേൾഡ് ഈസ് ഓൺ വാർ. അതിനുവേണ്ടി ഇറാനിനെ സൈഡിലേക്ക് ഇറക്കാൻ വേണ്ടി ആദ്യം മാറ്റി വെച്ചതാണ് ഇവർ. അതവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ പുറമേ കാണുമ്പോൾ സാധാരണക്കാരായ ആൾക്കാർ, പാവങ്ങൾ പറയും, അയ്യോ നെതന്യാഹു ഇന്നാളെ കൊല്ലുന്നു, നെതന്യാഹു ഗാസ ആക്രമിക്കുന്നു, ട്രംപ് ഇവരെ ആക്രമിക്കുന്നു. നോ, ഇവരൊക്കെ സാത്താനിക് എഫക്റ്റുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷേ ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ദ സോ കോൾഡ് ദ വൺ ആൻഡ് ഓൺലി കിങ് ദ വാമ്പയർ റോത്ത്ഷൈൽഡ് ആണ്. ഐ എക്സ്പ്ലെയിൻ മോർ. പിന്നെ നമ്മുടെ ഈ റോത്ത്ഷൈൽഡിനെ പറ്റി പറയുകയാണെങ്കിൽ, ഏറ്റവും ചെറിയ അവരുടെ കുറ്റകൃത്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, അവർക്കെതിരെ, അതായത് പൈസ, ഈ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, മണി, ബാങ്ക്, ഗോൾഡ്, സിൽവർ, അതായത് നമ്മൾ ഗോൾഡ് വെച്ചിട്ട് പൈസ എടുക്കുക, അല്ലെങ്കിൽ പൈസ ലോണായിട്ട് എടുക്കുക, എന്നിട്ട് നമ്മൾ തിരിച്ചടക്കുക. ഇവർക്ക് വേണ്ടി, ഇവർ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവർ പലിശക്കാരാണ്, കൊള്ള പലിശക്കാർ. പണ്ട് നമ്മുടെ ഇതിൽ ഷൈലോക്കിൻ്റെ കഥകളിൽ പൈസ കൊടുക്കാനുള്ളപ്പോൾ ഇറച്ചി മുറിച്ചിട്ട് തൂക്കി വെച്ചിട്ട് അതിന് കണക്കായിട്ട് വാങ്ങുന്നില്ലേ എന്ന് പറഞ്ഞ പോലത്തെ കൊള്ള പലിശക്കാരും, തീരെ ദയയില്ലാത്ത, ലോകത്തിൽ നന്മയുണ്ടാകരുത്, തിന്മ മാത്രം മുൻ നിൽക്കണം എന്ന് പറഞ്ഞിട്ടുള്ള സാത്താനെ ആരാധിക്കുന്ന ഒരു കൂട്ടം നികൃഷ്ടമായ പൈശാചിക ചിന്തയുള്ള ഒരു ഫാമിലിയാണ് ഈ റോത്ത്ഷൈൽഡ്. അത് നമ്മൾ ചരിത്രം ബാക്കൗട്ടേക്ക് പോവുകയാണെങ്കിൽ, ഹിറ്റ്ലർ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് ഇത്രയും ജൂതന്മാരെ കൊന്നിട്ടും ഹിറ്റ്ലർ ലാസ്റ്റ് പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഹിറ്റ്ലർ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, ഞാൻ ലോകത്ത് വളരെ കുറച്ച് ജൂതന്മാരെ ഞാൻ ഈ ലോകത്ത് ബാക്കി വെക്കും. അതെന്തിനാണെന്നറിയോ? ആ ജൂതന്മാരിൽ നിന്ന് ലോകം മനസ്സിലാക്കും. അതായത് എന്തിനാണ് ഞാൻ ഇത്രയും ജൂതന്മാരെ കോൺസെൻട്രേഷൻ ക്യാമ്പിലും അവിടെ ഇവിടെയും കൊണ്ടുവന്ന് ശ്വാസം മുട്ടി ഇത്രയും പീഡിപ്പിച്ച് പൈശാചികമായി കൊല്ലാനുള്ള കാരണം എന്താണെന്ന് ലോകത്തിന് ഒരു ദിവസം മനസ്സിലാകും. ആ ദിവസമാണ് ഇപ്പം നടക്കുന്നത്. നിങ്ങൾ ഏത് വേൾഡിൽ ഡിസാസ്റ്റർ ആയിട്ടുള്ള ഏത് പ്രവൃത്തി എടുത്തോ, അതിൻ്റെ പിന്നിൽ ഈ ഫണ്ടിങ് നടത്തിയിരിക്കുന്നത് റോത്ത്ഷൈൽഡ് ആയിരിക്കും. അവർ ഡയറക്റ്റ് എവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. മീഡിയാസ് അവരെ കവർ ചെയ്യത്തില്ല, അവർ ഇൻ്റർവ്യൂ കൊടുക്കത്തില്ല, അവരെ ഫോട്ടോസ് എവിടെയും ഉണ്ടാകത്തില്ല. ഗൂഗിളിൽ സെർച്ച് ചെയ്തതിനെ കുറച്ച് ഇമേജൊക്കെ കിട്ടും. ആ വയസ്സായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു 2-3 ഫോട്ടോ. ഇപ്പോൾ അയാൾ മരിച്ചിട്ട് റോത്ത്ഷൈൽഡിൻ്റെ മോൻ അലക്സാണ്ടർ ഡേ റോത്ത്ഷൈൽഡാണ് ഇപ്പോൾ ഉള്ളത്. ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ, ഇവർ കഴിഞ്ഞ മാസം നമ്മുടെ മോഡിജീനെ കെട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ കയറിയിട്ടുണ്ട്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ NSEയുടെ അഡ്വൈസറി ബോർഡിൽ ഇവരിപ്പോൾ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ കാര്യത്തിൽ തീരുമാനമായി. ഒരു 5-10 കൊല്ലത്തേക്ക് ഭയങ്കര ബൂമിംഗ് ആയിരിക്കും. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് കയറുന്നു, എല്ലാത്തിനും പ്രൈസ് കൂടുന്നു, സിസ്റ്റം മാറുന്നു, എല്ലാ മേഖലയിലും ഫ്ലറിഷിങ് ആവുന്നു. എന്നിട്ട് ഇവരൊരു പോക്കുണ്ട്. ഇവരിപ്പോൾ ഇന്ത്യയിൽ വന്നിട്ട് ബൈ ചെയ്തു. ഇപ്പോൾ ഇവിടെ 100 രൂപയ്ക്ക് സ്റ്റോക്ക് വാങ്ങി, ആ സ്റ്റോക്കിന് 1000 രൂപ ആക്കും. 1000 രൂപ ആക്കിയിട്ട് 1050 രൂപയ്ക്ക് ഇവർ മറിച്ച് വെക്കും. ബാക്കി ടീംസ് ഇവർ വലിയുണ്ട് മാർക്കറ്റിൽ. നമ്മുടെ മാർക്കറ്റിൽ ഇവരിപ്പം പമ്പ് ചെയ്തിട്ടുള്ളത് ഒരു 25 ലക്ഷം കോടിയാണെങ്കിൽ, ആ 25 ലക്ഷം കോടി 50 ലക്ഷം കോടിയാക്കിയിട്ട് ഇവരൊരു പോക്കുണ്ട്. ആ പോക്ക് പോയി കഴിഞ്ഞാൽ ഭൂം എന്നിട്ടൊരു വികലമുണ്ട്. അതിനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഡെത്ത് എന്ന് പറയും. അപ്പോൾ അതൊക്കെ പിന്നത്തെ കാര്യം. ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ പ്ലോട്ട് പറയുകയാണെങ്കിൽ ഞാൻ സീക്വൻസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ കാര്യങ്ങൾ കണക്റ്റഡ് ആയിട്ടാണ് ഇപ്പോൾ ഇറാൻ വാറിൽ എത്തി നിൽക്കുന്നത്. ഇവർ ഫസ്റ്റ് ചെയ്തിരിക്കുന്നത്
ഫണ്ട് കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ലോകത്തുള്ള എല്ലാ ഭാഗത്തേക്കും പൈസ ഇങ്ങനെ പമ്പ് ചെയ്യും. അപ്പോൾ അവരുടെ കയ്യിൽ ഓൾറെഡി വേൾഡ് ബാങ്കിനെക്കാട്ടിയും പൈസ എത്രയോ ട്രില്യൺ മണി ഇവരുടെ അടുത്ത് പ്രൈവറ്റ് ഫേംസിലുണ്ട്. അതുകൊണ്ടാണ് ഇവർ ബാങ്കായിട്ട് തുറക്കാതെ ഇക്വിറ്റി ഫേംസ് ആയിട്ടാണ് ഇവർ ഓപ്പറേഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും, ബ്ലാക്ക് റോക്ക് ഫസ്റ്റ് തുടങ്ങുന്നത് ബ്ലാക്ക് സ്റ്റോൺ ആണ്. ബ്ലാക്ക് സ്റ്റോൺ കഴിഞ്ഞിട്ട് 1980 സംതിങ്ങിലാണ് നമ്മുടെ ഇതിൽ ഫാരി ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചങ്ങായിയാണ്, ഈ റോത്ത്ഷീൽഡ് ആയിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ഫാമിലിയിലെ ഒരാളാണ് ബ്ലാക്ക് റോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ബ്ലാക്ക് റോക്ക് ഇന്ന് വേൾഡിലുള്ള ഏകദേശം 15 ട്രില്യൺ, ഒരു ട്രില്യൺ എത്രയാണെന്നുള്ളത് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. 15 ട്രില്യൺ വേൾഡ് ബാങ്കിനെക്കാട്ടി കൂടുതൽ അസറ്റ് മാനേജ് ചെയ്യുന്ന ഈ കമ്പനീസിൻ്റെ എമൗണ്ട് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് റോക്കിൻ്റെ മാത്രമാണ് 15 ട്രില്യൺ. ഒരു 5-6 ട്രില്യൺ ബ്ലാക്ക് സ്റ്റോൺ ഉണ്ടാവും, വാൻഗാർഡ്, റോക്കഫെല്ലാസ്, ഇവരൊക്കെ കൂടി നോക്കുകയാണെങ്കിൽ ലോകത്തിലുള്ള എല്ലാ കൺട്രീസിൻ്റെയും കാട്ടിയും കൂടുതൽ ലിക്വിഡായിട്ടുള്ള അസറ്റ്സ് ഇൻ മണി അവരുടെ കയ്യിലുണ്ട്. അവരെ മാത്രം പൈസ അല്ല, അത് പല ഈ പറഞ്ഞ പോലെ ബിൽഗേറ്റ്സിൻ്റെ ഫണ്ടിങ് അതിലുണ്ടാവും, പിന്നെ ട്രംപിൻ്റെ പൈസ ഉണ്ട്, എല്ലാവരുടെ അടുത്തുനിന്നും പൈസ ഇവർ കളക്ട് ചെയ്തൊരു കൺസോർഷ്യായിട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇവരെ പോളിസീസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എപ്സ്റ്റീൻ ഐലൻഡിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 2 വയസ്സുള്ള കുട്ടിയെ 4 വയസ്സുള്ള കുട്ടിയെ കൊണ്ട് കത്തി വെച്ച് കേക്ക് മുറിക്കുന്ന പോലെ മുറിപ്പിക്കുക. അപ്പോൾ ഈ 4 വയസ്സുള്ള കുട്ടി പേടിച്ച് വിറച്ച് നിൽക്കുമ്പോൾ, സാത്താനിക് എഫക്റ്റിൽ ഭയന്ന് വിറച്ച് നിൽക്കുമ്പോൾ ആ കുട്ടിയുടെ ബോഡിയിൽ ഉണ്ടാകുന്ന അഡ്രിനാലിൻ ഓക്സിഡൈസ് ആയിട്ടുള്ള ബ്ലഡ്, എഡ്രിനോക്രോം എന്ന് അവരെന്ന് വിളിക്കുന്നത്, ഏജ് റിവേഴ്സിങ്, ഈ കളവന്മാർക്ക്, ചാവാനായ കളവന്മാർക്ക് ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഏജ് റിവേഴ്സിങ് സ്റ്റിമുലേറ്റ് ആവുന്ന ഹോർമോൺസ് ഒക്കെ വർക്ക് ചെയ്യുമെന്ന് ചില സയൻറ്റിസ്റ്റുകൾ പറഞ്ഞു കൊടുത്തതിൻ്റെ ഭാഗമായിട്ടും, പ്ലസ് അവരുടെ ദൈവമായ ലൂസിഫറിനെ, സാത്താൻ ദൈവമായ ലൂസിഫറിനെ സന്തോഷിപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ പ്രോസസ് അവർ ചെയ്തത്. ഇതുപോലത്തെ നികൃഷ്ടമായ ചിന്തകളും നികൃഷ്ടമായ വിചിത്രമായ ഐഡിയാസും വെച്ച് പുലർത്തുന്ന നികൃഷ്ട ജീവികളാണ് ഈ കൈൻഡ് ഓഫ് എ ക്ലസ്റ്റർ ഓഫ് ജൂതന്മാർ. അപ്പോൾ ഇവന്മാർ ആണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ലെറ്റ്സ് കം ബാക്ക് ടു ഇറാൻ വാർ. ഇറാൻ വാറിൻ്റെ സൈക്കോളജി ഇപ്പോൾ നടന്ന പ്രോബ്ലംസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ പോവുകയാണെങ്കിൽ WHO സ്റ്റാർട്ട് ചെയ്യുന്നത് WHO 2019 പോകണം. ഫസ്റ്റ് WHO ഈ കൊറോണ വൈറസുമായിട്ട് ലിങ്ക്ഡായിട്ട് WHO അനൗൺസ് ചെയ്യുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഈ WHO അടക്കം ഇതിൽ ഈ കോൺസ്പിറസി തിയറിയിൽ അംഗമായിട്ടുണ്ട്. WHOൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിനൊരു വിലയുണ്ടാവും. ആ വില നിശ്ചയിച്ചിട്ട് റോത്ത്ഷീൽഡ് ഫാമിലി പേ ചെയ്യുന്നു. അതനുസരിച്ചിട്ട് ഇയാൾ വന്നിട്ട് പ്രഖ്യാപിക്കുകയാണ്, വേൾഡിൽ മൊത്തം ഒരു പാൻഡമിക് വന്നിട്ടുണ്ട്, ജനങ്ങളെ നിങ്ങളൊക്കെ പേടിക്കുവിൻ, നിങ്ങളൊക്കെ രക്ഷപ്പെടുവിൻ, നിങ്ങൾക്കൊക്കെ വേണ്ടി WHO വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രഭാഷണമായിട്ട് WHO ഫസ്റ്റ് വന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതല്ല. സ്റ്റാർട്ടിങ് ഞാൻ എൻ്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ പറഞ്ഞുതരാം. നമുക്കങ്ങനെ പറയാൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നോക്കേണ്ടത് WHO, ബിൽ ഗേറ്റ്സ്, കോവിഡ് വൈറസ് ആൻഡ് ഇറ്റ്സ് വാക്സിൻ, എപ്സ്റ്റീൻ ഫയൽസ്, ഡൊണാൾഡ് ട്രംപ്, ദ ഗ്രേറ്റ് റോത്ത്ഷൈൽഡ് ആൻഡ് ദെയർ ഗ്രേറ്റ് നീഡ്, ദ ഇറാൻ വാർ. ഈ ഒരു 7 കാര്യങ്ങൾ അതിൻ്റെ ഓർഡറിലാണ് നടക്കുന്നത്. 1 WHO, 2 ബിൽ ഗേറ്റ്സ്, 3 കോവിഡ് വൈറസ് അതിൻ്റെ വാക്സിൻസ്, 4 എപ്സ്റ്റീൻ ഫയൽസ്, ജെഫ്രി എപ്സ്റ്റീൻ, അയാളുടെ ഐലൻഡ്, അയാളുടെ റിവിലേഷൻ, ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോത്ത്ഷൈൽഡിൻ്റെ ഏറ്റവും വലിയ തേര്. ഓക്കെ, 5 പിന്നെ റോത്ത്ഷൈൽഡ്, പിന്നെ ഏറ്റവും അനിവാര്യമായ ഇറാൻ വാർ. ഇതിൻ്റെ ഒരു സീക്വൻസ് എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിതിനെപ്പറ്റി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എടുക്കുകയാണെങ്കിൽ WHO ശരിക്കും മാനിപ്പുലേറ്റ് ചെയ്തിട്ട് WHO പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ബിൽ ഗേറ്റ്സ് അതിൻ്റെ മുന്നേ 2016 പറയുന്നത്, 2016 ബിൽ ഗേറ്റ്സ് ജെഫ്രി എപ്സ്റ്റീനുമായിട്ടുള്ള ഈ ഒരു ടോക്കിൽ പറയുന്നുണ്ട്, ഗെറ്റിംഗ് റെഡി ഫോർ പാൻഡമിക്സ്. 2016 അതും കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞിട്ടാണ് കൊറോണ വരുന്നത്. 2016 ഇവരുടെ പ്ലാനിങ് ആണ് ഗെറ്റിംഗ് റെഡി ഫോർ പാൻഡമിക്സിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് ബിൽ ഗേറ്റ്സ്. അതിനെപ്പറ്റി ഞാൻ പഠിക്കുകയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2019 ഫസ്റ്റിൽ ഈ വേൾഡിൽ ഏറ്റവും വലിയ റാസ്കലായ ബിൽ ഗേറ്റ്സ് 2019 കൊറോണ വരുന്നതിൻ്റെ 6 മാസങ്ങൾക്ക് മുൻപ് മാത്രം ഒരു ജർമ്മൻ കമ്പനിയായ BioNTech ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. BioNTech ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുകയാണെന്ന് വെച്ചാൽ ഹി വാസ് ഗോയിങ് ടു ഇൻവെസ്റ്റ് സച്ച് എൻ എമൗണ്ട്. അപ്പോൾ മീഡിയ ചോദിച്ചു, സാർ ഇപ്പോൾ എന്തിനാണ് ഈ ജർമ്മൻ കമ്പനിയിൽ ഇത്ര വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്? അപ്പം പറഞ്ഞതറിയോ, വേൾഡിലുള്ള
പിന്നെ വലിയ അസുഖങ്ങളായ HIV അതുപോലെ ട്യൂബർക്ലോസിസിനൊക്കെ വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി DNA RNA കോമ്പിനേഷനുള്ള മരുന്നുകൾ കണ്ടുപിടിക്കുന്ന ഒരു കമ്പനിയാണ്. ഞാൻ അതിലേക്ക് വേണ്ടി ലോക നന്മയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. കള്ള ബടുവ ലൈക്ക് കൊറോണയ്ക്ക് 6 മാസം മുമ്പാണ് അയാൾ $55 മില്യൺ അവിടെ ഇൻവെസ്റ്റ് ചെയ്തത്. കൊറോണ കഴിഞ്ഞു ഈ മരുന്ന് കണ്ടുപിടിക്കുന്നതും അതൊക്കെ യാദൃശ്ചികമാണ്. ഇതേ കമ്പനിയാണ്. അയാൾ പറയുന്നത് അങ്ങനെയാണ്. ഇതേ BioNTech ആണ് ഫൈസർ കണ്ടുപിടിച്ചത്. ഫൈസർ BioNTech ലോകത്തിലുള്ള എല്ലാ ഗവൺമെൻറ്റിനും എല്ലാ സംഘടനകൾക്കും ഇവരിത് വിറ്റു. $55 മില്യൺ ഇൻവെസ്റ്റ് ചെയ്തെടുത്തുനിന്ന് $5500 മില്യൺ ആയി. 1000 ഇരട്ടി ലാഭം ഉണ്ടാക്കി അവിടെ. ഈ ഫണ്ടൊക്കെ സ്വരുകൂട്ടി വെച്ചത് ദിസ് ഈസ് ഓൾ ദ റോത്ത്സ്ചൈൽഡ് കൺസോഷ്യം. അപ്പോൾ ബിൽഗേറ്റ്സിന് പൊള്ളി. ബിൽഗേറ്റ്സിൻ്റെ ഈ മൊത്തം കഥകളും പുറത്തു വന്നു. ബിൽഗേറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് എപ്സ്റ്റീൻ്റെ കയ്യിലാണ് ബിൽഗേറ്റ്സിൻ്റെ ചരട് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ എല്ലാ വീഡിയോസും പിഡോഫൈലിക്കായിട്ടുള്ള വീഡിയോസും മൊത്തം ക്ലസ്റ്റർ വീഡിയോസും ഇയാളുടെ കയ്യിലുണ്ട്. എപ്സ്റ്റീൻ വർക്ക് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? റോത്ത്ചൈൽഡ് വർക്ക് ചെയ്യുന്നത് ലോകത്തിന് നാശമുണ്ടാക്കാൻ. അതുപോലെ തന്നെ ബിൽഗേറ്റ്സ് പറഞ്ഞിട്ടുണ്ട് മൈ ഐഡിയ ഈസ് ടു റെഡ്യൂസ് ദ പോപ്പുലേഷൻ. കാരണം ഇവരൊരു കൂർമ്മ ബുദ്ധി നോക്കണം. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലോകത്തിപ്പം പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. അപ്പം പോപ്പുലേഷൻ കുറക്കണമെങ്കിൽ വി ഹാവ് ടു ഡു സം മാസീവ് ഡിസ്ട്രക്ഷൻ. അതാണ് ഇവരുടെ പ്ലാൻ. ഈ കൊറോണ വൈറസ് ഇവർ ഇറക്കിയത് തന്നെ കുറേ ആൾക്കാർ വൈറസ് വന്നിട്ട് മരിച്ചു പോകും. അത് കഴിഞ്ഞിട്ട് ഇവരുണ്ടാക്കുന്ന മരുന്നോ രക്ഷപ്പെടാനെന്ന് പറഞ്ഞ് വ്യാജാനം ഇവർ കൊടുക്കുന്ന മരുന്നാണെങ്കിൽ ഹാർട്ട് ബ്ലോക്കും ഹാർട്ട് ക്ലോട്ടും ത്രോംബോസിസൊക്കെ ഉണ്ടാകുന്ന സ്ട്രോക്കും ത്രോംബോസിസൊക്കെ ഉണ്ടാകുന്ന ഹൈലി ഡെഡ്ലി ആയിട്ടുള്ള മരുന്നാണ്. ഒരു ടെസ്റ്റും ഇല്ലാതെ ലോകത്ത് ഏതൊരു മരുന്ന് കണ്ടുപിടിച്ചാലും മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം മിനിമമാണ് 5 to 10 years മിനിമമാണ് അതിൻ്റെ റിസൾട്ട് കിട്ടാൻ. ഈ മരുന്ന് ഈ മനുഷ്യരിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഈ മരുന്നിൻ്റെ എന്തൊക്കെയാണ് ഗുണങ്ങൾ, ഈ മരുന്നിൻ്റെ എന്തൊക്കെയാണ് ദോഷങ്ങൾ, ഏതൊക്കെ ഏജ് കാറ്റഗറിയിൽ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഐ എം നോട്ട് എ മെഡിക്കൽ എക്സ്പേർട്ട്, പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കൊറോണ വൈറസ് ഇന്ത്യയിൽ പ്രവർത്തിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ 25 മുതൽ 40 വയസ്സ് വരെയുള്ള യുവാക്കളിൽ ഒരുപാട് ഡെഡ് കേസുകൾ വന്നിട്ടുണ്ട്. ഹാർട്ട് അറ്റാക്ക്, അതുപോലെ സ്ട്രോക്ക്, കൊയന് വീണ് മരിക്കുക, ഉറങ്ങി രാവിലെ എണീക്കാതെ മരിക്കുക, ഇതൊക്കെയാണ് ഈ ഏജ് ഗ്രൂപ്പിലുള്ളത്. ഇനി എബവ് 40 എടുത്തോ. എബവ് 40 ഉള്ള ആൾക്കാർക്ക് മെയിൻ വന്നിട്ടുള്ളത് ഈ പറഞ്ഞതാണ് തളർച്ച, ക്ഷീണം, സൈഡാവൽ, ഇതൊക്കെയാണ്. ആകെ വയസ്സായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഈ മരുന്നിൻ്റെ ഇതിൽ നിന്ന് എനിക്കൊന്ന് എന്തെങ്കിലും ഒരു 1% പോസിറ്റീവ് എഫക്റ്റിൻ്റെ വയസ്സായ ആൾക്കാർക്ക് മാത്രമേ അവരുടെ ജീവൻ നിലനിന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും കുട്ടികൾക്ക് അടിക്കാനേ പാടില്ല അന്നേരം പറഞ്ഞിന്. ബാക്കിയുള്ള എല്ലാവർക്കും ആ സമയത്ത് തന്നെ നമ്മൾ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് അടിക്കാൻ പാടില്ലായിരുന്നു. ഇനി ഇവരെ എതിർത്ത ആരൊക്കെയുണ്ടോ അവരെയൊക്കെ ഇവർ തട്ടിയിട്ടുണ്ട്. ഇവരെ മരുന്ന് ഫൈസറിൻ്റെ മരുന്ന് ജപ്പാനിലൊരു അവിടെ എത്തിച്ചപ്പോൾ ജപ്പാനിലെ മിനിസ്റ്റർ 2 മില്യൺ ഡോസുകൾ 2 മില്യൺ 20 ലക്ഷത്തിന് മേലെയുള്ള ഈ മരുന്ന് തിരിച്ചയച്ചു. ഈ മരുന്ന് വേണ്ട, ഇവിടെ ആവശ്യമില്ല, ഇവിടെ നമ്മളെ സ്വദേശമായ മരുന്ന് കൊടുത്തോളാം എന്ന് തിരിച്ചയച്ചു. അയാളെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ തട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ റോത്ത്ചൈൽഡിൻ്റെ ബാക്ക് ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഈ ബാങ്കിങ് സിസ്റ്റം അല്ലെങ്കിൽ പൈസ ബാങ്കിൽ കൊണ്ടുപോയിടുക, ബാങ്ക് നമുക്ക് കടം തരിക, ഈ സിസ്റ്റം നിലനിൽക്കുന്നതിനെതിരെ ആര് സംസാരിച്ചാലും അവരെ ആ സമയം തന്നെ ഇല്ലാണ്ടാക്കാനാണ് റോത്ത്ചൈൽഡ് ശ്രമിക്കുക. കാരണം റോത്ത്ചൈൽഡിൻ്റെ ഏറ്റവും ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറഞ്ഞാൽ ബാങ്കിങ് സിസ്റ്റമാണ്. ലോകത്തിലുള്ള എല്ലാ ബാങ്കുകൾക്കും കടം കൊടുക്കുന്ന ആരാ? ഇവരാണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ അമേരിക്കൻ പ്രസിഡൻസിനെ തന്നെ ഇവർ തട്ടിയിട്ടുണ്ട്. ഇതൊന്നും ഫുള്ളായിട്ട് അവർ പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമ്മുടെ എബ്രഹാം ലിങ്കൺ ഈ പൈസ ബാങ്കിങ് സിസ്റ്റത്തിനെതിരെ ഒരു ഗ്രീൻ സിസ്റ്റം കൊണ്ടുവരണം എന്നുള്ള ഒരു ബാർട്ടർ സിസ്റ്റത്തിന് വേറൊരു രീതിയിലുള്ള ഗ്രീൻ സിസ്റ്റം കൊണ്ടുവരണം എന്നുള്ള ഐഡിയ പുറപ്പെടുവിച്ചപ്പോൾ ലിങ്കനെ ഒരാളെ വെടിവെച്ച് കൊല്ലിപ്പിച്ചു. കെന്നഡിയും കൊല്ലിപ്പിച്ചതാണ്. കെന്നഡിയും ഈ പറഞ്ഞ പോലെ ക്യാഷ് ബാങ്ക് സിസ്റ്റത്തിനെതിരെയുള്ളൊരു പാരലൽ സിസ്റ്റം ഉണ്ടാക്കാന്നുള്ള ഐഡിയ എവിടെ ഒരു അസംബ്ലിയിൽ ജസ്റ്റ് ഒരു ഐഡിയ പുറപ്പെടുവിച്ചപ്പോൾ തന്നെ അയാളെയും തട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേൾഡിലുള്ള ഒരു ലീഡർ പറയുകയാണെങ്കിൽ നമ്മുടെ ഗദ്ദാഫി, ലിബിയയുടെ ലീഡർ ഗദ്ദാഫി, അദ്ദേഹം ഈ ബാങ്കിങ് സിസ്റ്റം വേൾഡ് ബാങ്കിനോട് കടം മേടിക്കുക അല്ലെങ്കിൽ ഇവരോട് കടം മേടിക്കുക മറ്റേതാക്കുക ആ ഒരു സിസ്റ്റത്തിലൊക്കെ എതിരായിരുന്നു. അദ്ദേഹം എന്താ ചെയ്തിരുന്നത്? അദ്ദേഹത്തിൻ്റെ നാട്ടിലെ കറൻസി തന്നെ മുൻനിർത്തി ഗോൾഡ് വെച്ചിട്ട് അതിന് സമാന്തരമായി പാരലൈഡ് സിസ്റ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ്. ഹി വാസ് ഓൾസോ ബ്രൂട്ടലി കിൽഡ്, വെടിവെച്ച് തന്നെ പോലെ. ഇവർക്കെതിരെ നീങ്ങുന്ന ആൾക്കാർക്കൊക്കെയുള്ള വെടിയുണ്ട അവരുടെ ഗോഡൗണിൽ റെഡിയാണ്, റോത്ത്ചൈൽഡിൻ്റെ ഗോഡൗണിൽ റെഡിയാണ്. അപ്പോൾ ഇറാൻ വാറിലേക്ക് വരുന്ന സ്റ്റെപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ WHO ആയി, ബിൽഗേറ്റ്സ് ആയി, കോവിഡ് വൈറസ്
കോവിഡ് വൈറസും കൊണ്ടുവന്നു. കോവിഡ് വൈറസ് കൊണ്ടുവന്നപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപ് ഇവരുടെ ചംച്ച എന്ന് പറയാനുള്ള ഏറ്റവും വലിയ കാരണം, ഈ കോവിഡ് വൈറസ് വന്നപ്പം തന്നെ ട്രംപ് വന്നിട്ട് പ്രസംഗിക്കേണ്ടത്, ദിസ് ഈസ് എ ചൈനീസ് വൈറസ്, ഇത് ചൈന കൊണ്ടുവന്ന വൈറസാണ്, ഇത് നമ്മുടെ ഇതിൽ വരുന്ന എല്ലാ സംഭവങ്ങളെന്ന് പറഞ്ഞിട്ട് ചൈനീസ് വൈറസാണെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ ട്രംപ് അതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എപ്സ്റ്റീൻ ഫയലിലാണ് ഇവർ മൊത്തം കള്ളത്തരവും റിവീലാകുന്നത്. എപ്സ്റ്റീൻ ഫയലിൽ എല്ലാ കണക്ഷനും ലോകത്തിന് കിട്ടി. ബിൽഗേറ്റ്സ് ആണ് പാൻഡമിക് കൊണ്ടുവന്നതെന്ന് മനസ്സിലായി. ബിൽഗേറ്റ്സ് ഒരു പെഡോഫൈലും ഒരു ചൈൽഡ് സെക്സ് അബ്യൂസറാണെന്ന് മനസ്സിലായി. ട്രംപ് ഈസ് എ പെഡോഫൈൽ എന്ന് മനസ്സിലായി. ട്രംപിൻ്റെ ഇപ്പോൾ ഇറാൻ വാർ ഏറ്റവും കൂടുതൽ മുന്നോട്ടേക്ക് കിട്ടാൻ കാരണം എന്ന് വെച്ചാൽ ട്രംപിൻ്റെ മുഖംമൂടി അതിനെ പോയി, ബിൽഗേറ്റ്സിൻ്റെ മുഖംമൂടി അതിന് പോയി. ജെഫ്രി എപ്സ്റ്റീൻ വർക്ക് ചെയ്തത് റോഡ്ഷീൽഡ് ഫാമിലിക്ക് വേണ്ടിയാണെന്ന് മനസ്സിലായി. റോഡ്ഷീൽഡ് ഫാമിലിയാണ് ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റിക്സിലൂടെ ട്രംപിനെയും നെതന്യാഹുവിനെയും ബിൽഗേറ്റ്സിനെയും പോലെയുള്ള ആൾക്കാരെ കൺട്രോൾ ചെയ്യുന്നത് റോഡ്ഷീൽഡ് ഫാമിലിയാണെന്നുള്ള ദ ബ്ലാക്ക് ട്രൂത്ത് ലോകത്തിന് മനസ്സിലായി തുടങ്ങി. അപ്പോൾ ഇനി ഒരൊറ്റൊരു ഓപ്ഷനേ ഉള്ളൂ, വലിയൊരു കലാപം, വലിയൊരു പൊട്ടിത്തെറി. അതിനു വേണ്ടിയാണ് ഇറാനെ ഇവർ പണ്ട് മുതലേ ഇറാനിൽ ആണവമുണ്ട്, ഇറാനിൽ ചാണകമുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഇറാൻ ഒരു സൈഡിലേക്ക് വെച്ചത്. ഈ ഒരു സംഭവത്തിന് എപ്പെങ്കിലും ഇവരെ കള്ളത്തരം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ ദേ വാണ്ട് സമ്മൺ ടു അറ്റാക്ക്, സമ്മൺ ടു ബ്ലെയിം, സമ്മൺ ടു ഡിസ്ട്രോയ്. അപ്പോൾ ഇതിൽ ഈ വാറിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ വാറിലുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ്സ്, ഒന്ന്, ഈ എപ്സ്റ്റീൻ ഫയലും കാര്യങ്ങളൊക്കെ ആൾക്കാർ മറക്കും. ഒന്നാമത്തെ പോയിന്റ്, റോഡ്ഷൈൽഡ് ഫാമിലി പിന്നെയും ബിഹൈൻഡ് ദ സ്ക്രീൻ ഈ കർട്ടൻ്റെ ബാക്കിലേക്ക് പോകും റോഡ്ഷൈൽഡ് ഫാമിലി. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റ്, ദ ഗോൾഡ് മാർക്കറ്റ്. ലോകത്തിൽ എവിടെയെല്ലാം ഈ യുദ്ധത്തിന് തൊട്ട് മുന്നേ ഈ കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന പ്രതിഭാസങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമ്മുടെ ഈ റോഡ്ഷൈൽഡ് ഫാമിലി അവരെ മൊത്തം ബിസിനസ് ഗ്രൂപ്പിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നേരെ അവരുടെ ഇപ്പോഴത്തെ പച്ചപ്പറുദീസയായ ഇന്ത്യയിലേക്ക് മാറി. അവരെ അസറ്റ്സിൻ്റെ നല്ലൊരു ശതമാനം, വി ക്യാൻ സേ മോർ ദാൻ 50%, കോടിക്കണക്കിന്. ഇപ്പോൾ ലാസ്റ്റ് കേട്ട മെഡിക്കൽ സെക്ടറിൽ മാത്രം 16,000 കോടി മെഡിക്കൽ സെക്ടറിൽ മാത്രം കൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്, ഇന്ത്യൻ ഹെൽത്ത് കെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റ് വന്നിട്ട് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് മന്ത്രിയെ കണ്ടിട്ട്, മോഡിജിയെയും മന്ത്രിയെയും കണ്ടിട്ട് റോഡ്ഷൈൽഡ് ഫാമിലിയുടെ ഹെഡ്, ഇപ്പോഴത്തെ ഹെഡ് അലക്സാണ്ടർ ദേ റോഷീൽഡ്, അതുപോലെ എൽ എ ദേ റോഷീൽഡ്, ഇവരൊക്കെ വന്നിട്ട് നമ്മുടെ നാട്ടിലെ മന്ത്രിമാരെ കണ്ട് കൈ കൊടുത്ത് ഡീൽ ഉറപ്പിച്ച് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും വലിയ ഇതായ NSEയിൽ കയറിക്കൂടിയിട്ടുണ്ട്. സോ ഇന്ത്യയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. നല്ല ഫണ്ടൊക്കെ വന്നിട്ട് ഇങ്ങനെ കൈകൂട്ടി മേടിക്കുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലായിട്ടില്ല, ഇവരെന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് ഐഡിയ ഇതുവരെ നമ്മുടെ ഗവൺമെൻറ്റിനോ നമ്മുടെ സിസ്റ്റത്തിനോ ഇവരെ മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ മനസ്സിലായിട്ടും മനസ്സിലാക്കാത്ത പോലെ ഇരുന്നിട്ട് താൽക്കാലിക ലാഭത്തിന് വേണ്ടി, ആ പൈസയ്ക്ക് വേണ്ടി ദേ ആർ ഡിസ്ട്രോയിങ് അവർ കൺട്രി എന്ന് പറയേണ്ടി വരും. സോ ഇവർ റോഡ്ഷീൽഡ് ഇപ്പോൾ ഈ ഇറാനെ ആക്രമിക്കാനുള്ള ഓർഡർ, ഇപ്പോൾ നമുക്കതറിയാം, കഴിഞ്ഞ ഒരു 2 ആഴ്ചയോളായിട്ട് ട്രംപ് ഇങ്ങനെ പറയുകയാണ്, ഞങ്ങൾ ആക്രമിക്കും, പക്ഷേ ആക്രമിക്കാനായിട്ടില്ല. അവർ വെയിറ്റ് ചെയ്യായിരുന്നു. ദേ വാസ് ആക്ച്വലി ട്രംപും ഈ നെതന്യാഹു ഒക്കെ ഇവരെ ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഗോ ആൻഡ് ഫൈറ്റ് എന്നുള്ളൊരു ഓർഡർ കിട്ടിയില്ല. എത്ര ആളും നമ്മൾ വാർത്തകൾ പറഞ്ഞതാണ്, ട്രംപിൻ്റെ ആജ്ഞയ്ക്ക് വേണ്ടി പട്ടാളക്കാർ വെയിറ്റ് ചെയ്യുന്നു, അക്രമം ഇപ്പോൾ ഉണ്ടാവും. ട്രംപ് ആരുടെ ഓർഡറിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത്? അലക്സാണ്ടർ ഡേ റോഷീൽഡിൻ്റെയോ LA ഡേ റോഷീൽഡിൻ്റെ ഓർഡറിന് വേണ്ടിയാണോ വെയിറ്റ് ചെയ്തത്? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് സാധൂകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്ക് മാർക്കറ്റ് മൊത്തം കാണാൻ പറ്റുന്നത്. ഇവരെ ഫണ്ട് മൂവ്മെൻറ്റ്സിലായിരുന്നു ഇത്ര നാളും. അമേരിക്കയിലുള്ള ഫണ്ടൊക്കെ സ്വിച്ച് ബോണ്ടുകളിലാക്കിക്കൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ യുദ്ധം ഉണ്ടായാലും ഇത് വാർ ഈസ് ബിറ്റ്വീൻ ഈ ഒരു ആംഗിളിലാണ് ഉണ്ടാകുന്നത്. US ഇസ്രായേൽ പ്ലസ് നമ്മുടെ അപ്പോൾ ഗൈസ് ഇപ്പോഴത്തെ ഈ യുദ്ധം ജസ്റ്റ് ഇവർക്ക് ഈ ബെനിഫിറ്റ്സ്, പല ബെനിഫിറ്റ്സും ഉണ്ട്. റോഡ്ഷൈൽഡിന് ബെനിഫിറ്റ്സ് ആണ്. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് ഈ സ്ട്രാറ്റജിയിലേക്ക് വരാൻ കാരണം എന്ന് വെച്ചാൽ ഇവരെ പേര് മോശമായി. മാർക്കറ്റിലും വേൾഡിലും മൊത്തമായിട്ട് ട്രംപ് അമേരിക്കയിൽ ഏകദേശം ഇംപീച്ച്മെൻറ്റിൻ്റെ വക്കിലാണുള്ളത്. കാരണം ചൈൽഡ് അബ്യൂസ്, സെക്സ് അബ്യൂസ് എന്ന് പറയുമ്പോൾ അമേരിക്കക്കാർക്ക് ഏറ്റവും വിഷയമായിട്ടുള്ള കാര്യമാണത്. അതിലേക്ക് ട്രംപിന് ചോദ്യങ്ങൾ വന്നു തുടങ്ങി. ഓക്കെ, ട്രംപിൻ്റെ ഇലീഗൽ ബിസിനസ് റിലേറ്റഡ് വിത്ത് പ്രസിഡൻഷ്യൽഷിപ്പ്. ട്രംപിൻ്റെ അമേരിക്കൻ പ്രസിഡൻ്റാണെന്നുള്ള പേര് ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി അമേരിക്കൻ പ്രസിഡൻഷ്യൽഷിപ്പ് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള ഒരുപാട് ആരോപണങ്ങൾ ട്രംപിനെതിരെ അമേരിക്കയിൽ വന്നു തുടങ്ങി. ഓക്കെ, അതിനൊക്കെ മേലെയാണ് എപ്സ്റ്റീൻ ഫയലിൽ വന്നിട്ട് ട്രംപിൻ്റെ പേര് അത്യധികം മോശമായി.
ട്രംപ്, ബിൽഗേറ്റ്സ് ജീവിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത്രയും ഒരു ഉളുപ്പുള്ള ആളാണെങ്കിൽ ഹി വിൽ ഗോ സംവെയർ ആൻഡ് ഹി വിൽ ഹൈഡ് സംവെയർ. കാരണം അദ്ദേഹത്തിൻ്റെ പല വീഡിയോസ് അദ്ദേഹത്തിൻ്റെ ഭാര്യ വരെ ഇട്ടേച്ചിട്ട് പോയി. അത്രയും വൾഗറായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ബിൽഗേറ്റ്സിൻ്റെ റിവീലായി. ബിൽഗേറ്റ്സ് എക്സ്പോസ്ഡ്, ട്രംപ് എക്സ്പോസ്ഡ്, ജെഫ്രി എപ്സ്റ്റീൻ ഈസ് വർക്കിംഗ് ഫോർ റോത്ത്ഷീൽഡ് ഫാമിലി എന്നുള്ള കാര്യം എക്സ്പോസ്ഡായി. അപ്പോൾ എല്ലാവരും തുറന്നു കാട്ടപ്പെട്ടു. ഇനി മുമ്പിലുള്ള ഒരേ ഒരു കാര്യം, ടു പുട്ട് ഫോർവേഡ് എ ബിഗ് വാർ, ബിഗ് എക്സ്പ്ലോഷൻ, പൊട്ടിത്തെറിക്കണം. എന്നാൽ മാത്രമേ ജനങ്ങളുടെ ചിന്ത ഞങ്ങളിൽ നിന്ന് മാറി വ്യതിചലിച്ച് മറ്റുള്ളയിടത്തേക്ക് പോകുന്ന റോത്ത്ഷീൽഡിന് ഉറപ്പായി. അപ്പോൾ റോത്ത്ഷീൽഡ് ഫസ്റ്റ്, ഇത് കുറച്ചായി റോത്ത്ഷീൽഡ് പ്ലാൻ ചെയ്യുന്നു. ഇപ്പോൾ ലാസ്റ്റ് 6 മന്തായി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും ഈ ഒരു യുദ്ധത്തിലേക്ക്. കാരണം അവരവരെ ഫണ്ടുകളൊക്കെ സേഫാക്കി മാർക്കറ്റിൽ കൊണ്ടുവച്ചു. ഇനി അമേരിക്കയിലെ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയണം, റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ബിസിനസ്സുകളും പൊളിയണം, എല്ലാം തരിപ്പണമാകണം. അപ്പോഴാണ് അവർക്ക് വീണ്ടും വന്നിട്ട് മാസ് ബൈ ചെയ്തിട്ട് വീണ്ടും കുറേ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് ദ ലൂപ്പ് വർക്ക്സ്. ദ സ്റ്റോക്ക് മാർക്കറ്റ്, ദ ഗോൾഡ്, ദ മണി, ദ വാർ ലൂപ്പ്, ദാറ്റ് ഈസ് റോത്ത്ഷീൽഡ്. റോത്ത്ഷീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ദ ബാങ്ക്, ദ മണി, ദ വാർ, ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ദ ഗോൾഡ്, ദ സ്റ്റോക്ക് ലൂപ്പ്. ഇതാണ് റോത്ത്ഷീൽഡിൻ്റെ സിമ്പിളായിട്ടുള്ള വേ ഓഫ് ഓപ്പറേഷൻസ്. സോ മോർ ഇൻഫർമേഷൻ ഇൻ നെക്സ്റ്റ് വീഡിയോ. സോ വി വിൽ ഹോപ്പ് ഫോർ എ ഗുഡ് വേൾഡ്. ഓക്കെ ഗായ്സ്, ടേക്ക് കെയർ, ബൈ.